ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ ഒരു കപ്പ് അളവിൽ ഗോതമ്പാണ് ഇതിനായിട്ട് എടുക്കുന്നത്. നമുക്കിത് കുറേശ്ശെയായിട്ട് ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിയും ചെയ്യേണ്ട, അതുപോലെ തന്നെ കുറച്ച് തരിതരിയോടെയാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂറോളം കുതിർക്കാൻ വെക്കാം. ഞാൻ 2 മണിക്കൂറിന് ശേഷമാണ് ഇത് വേവിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ വേവണം. ഞാനൊരു 6 വിസിലെങ്കിലും ഇതിന് വരുത്തിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇത് ചിരവിയിട്ട് എടുത്താൽ മതി. ഞാൻ ചിരവാനുള്ള മടി കൊണ്ടാണ് ഇതുപോലെ പൂണ്ടിട്ടാണ് ഞാൻ തേങ്ങ ഉപയോഗിക്കാറ്. 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 5-6 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഇത് വേവണം കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചൂടായതിനു ശേഷം ഞാൻ ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.